അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പേടിയാണ്. ഇസ്രായേലിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും അമേരിക്കയ്ക്ക് സ്വീകരിക്കാനേ ആകില്ല. അതുകൊണ്ട് തന്നെ എത്ര അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായാലും അമേരിക്ക നിലപാട് മാറ്റുകയോ ജൂതവിരുദ്ധ വികാരം പുറത്തെടുക്കുകയോ ചെയ്യില്ല. എന്താണ് അവർക്കിത്ര പേടിയെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അമേരിക്കയിലെ പൗരന്മാരായിട്ടുള്ള ജൂതന്മാർക്ക് വ്യക്തമായൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലുമായി എന്നും അമേരിക്ക മികച്ച ബന്ധം വെച്ച് പുലർത്തിപ്പോരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന് വലിയ സ്വാധീനമുണ്ടെന്നും അതിനാൽ അമേരിക്ക ഇസ്രായേലിനെ ഭയപ്പെടുന്നുണ്ടെന്നുമുള്ള വാദം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധം ഭയം എന്നതിലുപരി സങ്കീർണമായ ചരിത്ര, രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്രങ്ങളായ ഘടകങ്ങളാൽ രൂപം കൊണ്ടതാണ്. അമേരിക്കയിലെ ജൂത സമൂഹം താരതമ്യേന ചെറുതാണെങ്കിലും അവർ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. രാജ്യത്തെ ജൂതന്മാരായിട്ടുള്ള പൗരന്മാർക്ക് ഇസ്രായേലിനോട് ശക്തമായ വൈകാരിക ബന്ധമുണ്ട്. ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കാൻ ഈ സമൂഹം വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയിലെ ജൂത വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ചില നിർണായക സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി പോലുമുണ്ട്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇവർ വലിയ തോതിൽ സംഭാവനയും നൽകുന്നുണ്ട്. ഇത് പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നയങ്ങൾ രൂപപ്പെടുത്താൻ അമേരിക്കയെ നിർബന്ധിതരാക്കുന്നു. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ലോബിയിങ് ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ ലോബിയിങ് ഗ്രൂപ്പാണ് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി, അതായത് AIPAC. ഇവർ US കോൺഗ്രസിലെ അംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും ഇസ്രായേലിന് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾക്കും സാമ്പത്തിക സഹായത്തിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ ബന്ധം വെറും രാഷ്ട്രീയ സ്വാധീനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി നിരവധി താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്നൊരു തെമ്മാടി രാഷ്ട്രത്തെ അമേരിക്ക ഇപ്പോൾ തീറ്റിപ്പോറ്റുന്നതും. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. ഈ മേഖലയിലെ അമേരിക്കയുടെ നയപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ശേഷി അത്യന്താപേക്ഷിതമാണ്. ഇറാൻ, തീവ്രവാദ ഗ്രൂപ്പുകൾ തുടങ്ങിയ ഭീഷണികളെ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സൈനികവും സാങ്കേതികവുമായ സഹകരണമാണ് ഇവിടെ എടുത്ത് സംസാരിക്കേണ്ടത്. അമേരിക്ക എല്ലാ വർഷവും ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് നൽകുന്നത്. ഇതിലൂടെ അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിനും ഗുണകരമാകുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സൈനിക സാങ്കേതിക വിദ്യ, ആയുധ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് അമേരിക്കയ്ക്ക് ചില നയതന്ത്രപരമായ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഇസ്രായേലിനോട് നോ പറയാൻ മടി കാണിക്കുന്ന അമേരിക്ക, ഇസ്രായേൽ എന്ത് തോന്നിവാസം ചെയ്താലും കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രീയത്തിൽ ഒരു പ്രതിച്ഛായ ഭയമാണ് ഇസ്രായേലിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അറബ് മുസ്ലിം രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക. ഇപ്പോഴും ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾ മിണ്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അമേരിക്ക എന്ന രാഷ്ട്രമാണ്. അതായത് അമേരിക്കയുമായി വെച്ച് പുലർത്തുന്ന സൗഹൃദം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന പല പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ അറബ് രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു എന്നത് പറയാതെ വയ്യ. ഇത് മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്ക ഇസ്രായേൽ ബന്ധം ഭയം എന്നതിലുപരി രാഷ്ട്രീയ, സാമ്പത്തിക, തന്ത്രപരമായ താല്പര്യങ്ങളുടെ ഒരു സങ്കീർണ സമവാക്യമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ജൂത സമൂഹത്തിന്റെ സ്വാധീനം ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ മധ്യപൂർവേഷ്യയിലെ അമേരിക്കയുടെ നയതന്ത്ര ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇസ്രായേലിന്റെ സഹകരണം അനിവാര്യം തന്നെ. അതിനാൽ ഇത് പരസ്പര താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പങ്കാളിത്തമാണ് എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഒരു രാജ്യം മറ്റൊന്നിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ വയ്യെങ്കിലും ഇവിടെ ശരിക്കും കാര്യങ്ങൾ വേറെയാണ്. കാരണം അമേരിക്കയ്ക്ക് സ്വന്തമായ ഒരു തീരുമാനം ഇസ്രായേലിനെതിരെ എടുക്കാൻ കഴിയുന്നില്ല എന്നത് അമേരിക്ക ലോക പോലീസ് ചമയുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നയം തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചുകൂടി ഈ അവസരത്തിൽ പറയണമെന്ന് തോന്നുന്നു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്ന് അമേരിക്ക തന്നെയായിരുന്നു. പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ ഈ തീരുമാനം ഇസ്രായേലിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം നേടാൻ സഹായിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഒരു
ഒരു തന്ത്രപരമായ പങ്കാളിത്തം ആവശ്യമാണെന്നാണ് അവർ തിരിച്ചറിഞ്ഞത്. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്ന് അമേരിക്കയായിരുന്നു. പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ ഈ തീരുമാനം ഇസ്രായേലിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം നേടാൻ സഹായിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇമിഗ്രേഷൻ നയങ്ങൾ അക്കാലത്ത് വളരെ കർശനമായിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം. നാസി പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടി വന്ന ജൂത അഭയാർത്ഥികൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. 1924 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം ഓരോ രാജ്യത്തു നിന്നും അമേരിക്കയിലേക്ക് പ്രവേശിക്കാവുന്ന ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് യൂറോപ്പിലെ ജൂതന്മാർക്ക് അമേരിക്കയിൽ അഭയം നേടുന്നതിന് വലിയ തടസ്സം സൃഷ്ടിച്ചു. സെന്റ് ലൂയിസ് കപ്പൽ സംഭവമാണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത്. 1939 900-ലധികം ജൂത അഭയാർത്ഥികളുമായി ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട സെന്റ് ലൂയിസ് എന്ന കപ്പലിന് ക്യൂബയിലും പിന്നീട് അമേരിക്കയിലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട്. 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ വിജയം മധ്യപൂർവേഷ്യയിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ ഇസ്രായേലിനെ ഒരു പ്രധാന സഖ്യകക്ഷിയായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു. വർഷങ്ങളായി അമേരിക്ക ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം നൽകുന്നുണ്ട്. ഇത് ഇസ്രായേലിന് പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും സൈനിക, സാങ്കേതിക വിദ്യ, രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ജൂത സമൂഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അമേരിക്കയിലെ ജൂത സമൂഹം താരതമ്യേന വളരെ ചെറുതാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ എന്നാൽ വലിയ സ്വാധീനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലോബിയിങ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി, ഇസ്രായേലിന് അനുകൂലമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ചരിത്രപരമായിട്ടുള്ള ബന്ധം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതവുമാണ്. അതേസമയം തന്നെ ഇത് മധ്യപൂർവേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകം മുഴുവൻ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞപ്പോഴും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കാരണക്കാരൻ ഇസ്രായേൽ ആണെന്ന് പറഞ്ഞപ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാട് പല കാരണങ്ങളാൽ വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് ഒന്നാമത്തത് തന്ത്രപരമായിട്ടുള്ള അവരുടെ സഖ്യം തന്നെയാണ്. അതായത് മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ സഖ്യകക്ഷി തന്നെയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ അവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. പ്രധാനമായും ഇറാൻ എന്നൊരു ശക്തി അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് അവിടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഇടപെടാതെ ഇസ്രായേൽ വഴി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇസ്രായേലിനെ അവിടെ നിലനിർത്തേണ്ടത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതയും തീവ്രവാദ ഭീഷണികളും കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ശേഷി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർണായകവുമാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന് വലിയ സ്വാധീനമുണ്ട് എന്നതാണ് സത്യം. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫലസ്തീൻ പ്രശ്നത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറുകയാണ്. കാരണം ഫലസ്തീൻ നമുക്കറിയാവുന്നതാണ്, 2 വർഷമായി ഗാസയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണ്. അവർ തുടരുന്ന നരനായാട്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ ന്യായീകരിക്കുന്നതാണ് ലോക സമൂഹം കണ്ടിട്ടുള്ളത്. ഫലസ്തീൻ പ്രശ്നത്തിലും മറ്റ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും അമേരിക്കയുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് പല വിമർശകരും ചൂണ്ടിക്കാണിക്കാനുള്ള കാരണവും ഇസ്രായേലിനോട് അമേരിക്ക കാണിക്കുന്ന മമത തന്നെയാണ്. UN വോട്ടെടുപ്പുകളിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളെ അമേരിക്ക പതിവായിട്ട് വീറ്റോ ചെയ്യാറുണ്ട്. ഇത് ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിയമസാധുത നേടിക്കൊടുക്കാൻ സഹായകരവുമാണ്. ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ ലോകരാജ്യങ്ങൾ അപലപിച്ചപ്പോഴും അമേരിക്ക ഇസ്രായേലിന്റെ ആത്മരക്ഷയ്ക്കുള്ള അവകാശത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ് വിമർശിക്കപ്പെടുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അമേരിക്ക അതിനെ ന്യായീകരിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിലപാട് കേവലം ഒരു സൗഹൃദത്തിനുപരി അമേരിക്കയുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രമാണ് എന്നതുകൂടി നമ്മൾ പറയണം. മധ്യപൂർവേഷ്യയിൽ സ്വന്തം ശക്തി നിലനിർത്താനും രാഷ്ട്രീയ സ്വാധീനം ഉറപ്പാക്കാനും ഇസ്രായേലുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് അനിവാര്യം തന്നെ. 3 രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈനിക സഹകരണമാണ്. നിരവധി സൈനിക സഹായം, അതായത് നമുക്കറിയാവുന്നതാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായിരുന്നു. അതിനു മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നിട്ടുണ്ട്. അതിനൊക്കെ വേണ്ട ആയുധങ്ങളൊക്കെ നൽകിയത് അമേരിക്ക തന്നെയാണ്. മാത്രവുമല്ല സാമ്പത്തിക സഹായവും, ഇസ്രായേലിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും അമേരിക്ക നൽകുന്നുണ്ട്. മൂന്നാമത് നയതന്ത്ര ബന്ധം തന്നെയാണ്. അതായത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം, അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. ഇവരുടെ ഈ ബന്ധത്തിന്, അതായത് ഇവരുടെ ഈ സൗഹൃദത്തിന് പല വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഫലസ്തീൻ നയങ്ങൾക്കും മറ്റ് സൈനിക നടപടികൾക്കും അമേരിക്ക നൽകുന്ന പിന്തുണ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്ന വാദവും നിലവിലുണ്ട്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തെ, ഇസ്രായേലിനെ എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.